ഇറാന്റെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അന്ത്യശാസനം തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ സമയം വീണ്ടും ഏകപക്ഷീയമായി നീട്ടിയിരിക്കുന്നു ട്രംപ്. അമേരിക്കയുടെ എല്ലാ ഭീഷണികളെയും നിറഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഇറാൻ. കാരണം ഇറാനികൾക്ക് ജീവനിൽ കൊതിയില്ല. രാജ്യത്തെ വിഭവങ്ങളിൽ അതിരറ്റ ആശയവും അവർക്കില്ല. ഒന്നുകിൽ ജയിക്കണം, അല്ലെങ്കിൽ പൊരുതി മരിക്കണം. അത്തരത്തിലുള്ള ജനതയെ അപൂർവമായി അമേരിക്ക കണ്ടിരിക്കുകയുള്ളൂ. അമേരിക്കയുടെ ഈ ഭീഷണിക്കിടയിലും വഴങ്ങാതെ ഇറാൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലും കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ ഹൈഫയിലുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ച് കുറഞ്ഞത് 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. തകർന്ന കെട്ടിടത്തിനിടയിൽപ്പെട്ട് 2 പേരെ കാണാതായിട്ടുണ്ട്. അവരും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വളരെയധികം പ്രഹരശേഷിയുള്ള മിസൈലാണ് അപ്പാർട്ട്മെന്റിൽ പതിച്ചതെന്ന് ഇസ്രായേലി അധികൃതർ പറയുന്നുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയും ഇറാനിൽ നിന്ന് 3 ഘട്ടങ്ങളിലായി മിസൈലുകൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു മിസൈൽ തെക്കൻ ഇസ്രായേലിലെ ബീർഷബയ്ക്ക് സമീപമുള്ള അതീവ പ്രാധാന്യമുള്ള വ്യവസായ കെമിക്കൽ പാർക്കിലാണ് പതിച്ചത്. തെക്കൻ ഇസ്രായേലിലെ നിയോട്ട് ഹൊവാവ് എന്ന വ്യവസായ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. ഇവിടെയുള്ള കെമിക്കൽ ഫാക്ടറികളിൽ സ്ഫോടനമുണ്ടാകുന്നത് വലിയ പാരിസ്ഥിതിക ആഘാതത്തിനും വിഷവാതക ചോർച്ചയ്ക്കും കാരണമായേക്കാം. ജനവാസ മേഖലകൾക്ക് പുറമെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും ബാധിക്കുന്ന വൻകിട ഫാക്ടറികളെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് യുദ്ധം കൂടുതൽ വിനാശകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണെന്ന് വിലയിരുത്തപ്പെടുന്നു.